കുറച്ച് ആറ്റുകാൽ പൊങ്കാല വിശേഷം കണ്ടാലോ? ഇന്നലെ ആയിരുന്നു ആറ്റുകാൽ പൊങ്കാല, മാർച്ച് 13-ന്. അപ്പൊ ഞങ്ങള് പൊങ്കാല ഇടാൻ പോവാട്ടോ. രാവിലെ തന്നെ പോകുമ്പോ തന്നെ എല്ലാ റോഡ് സൈഡിൽ മുഴുവനും പൊങ്കാല കലങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, വഴിയരികിലൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരില്ലേ, അപ്പൊ അവർക്ക് ഭക്ഷണം ഒന്നും കിട്ടില്ല. ഹോട്ടലുകളൊന്നും ഈ സമയത്ത് തുറക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം പല സംഘടനകളും കൊടുക്കാറുണ്ട്. അതിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാം, ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങിക്കുന്നത് കാണാം. ഇതൊന്നും ഒരു വലിപ്പച്ചെറുപ്പവും ഇല്ലാതെ എല്ലാവരും കഴിക്കും കേട്ടോ. പിന്നെ ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. ചിക്കു വന്നിട്ടുണ്ട്. സെമസ്റ്റർ ബ്രേക്ക് ആണ്, അപ്പോൾ 1 മാസം അവധിയുണ്ട്. അവധി ഉള്ളത് കൊണ്ട് വന്നതല്ല കേട്ടോ. അപ്പൊ ഇതിനു മുമ്പും ചിക്കു ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് വന്നു എന്ന്. വെറുതെ വന്നതല്ല കേട്ടോ, ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് വന്നതാണ്. ഇപ്രാവശ്യവും അതേ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ സൈത്തേട്ടൻ്റെ ഫ്രണ്ട് ശ്രീകുമാറിന്റെ വീട്ടിലാട്ടോ പൊങ്കാല ഇടുന്നത്. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ സ്ഥലത്ത് തന്നെ ഇടുമ്പോഴത്തേക്ക് അപ്പൊ അവിടെ പൊങ്കാലയ്ക്ക് വരുന്ന ആൾക്കാരെയൊക്കെ നല്ല പരിചയമായിരിക്കും. ആ സമയത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്നത് തന്നെ. ശരിക്കും ഒരു ആഘോഷമാണ്. ഇവിടെ പിന്നെ ഇന്നലെ വന്ന് കലങ്ങളും അടുപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. പിന്നെ കലമൊക്കെ കഴുകി അതിൽ വെള്ളം നിറച്ച് അടുപ്പത്ത് വെക്കാൻ പോവാണ്. ശരിക്കും ചിക്കു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം പൊങ്കാലയ്ക്ക് വരാൻ പറ്റുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇട്ടപ്പോൾ പറഞ്ഞു ഇനി എനിക്ക് ഇടാനൊന്നും പറ്റില്ല, പോവല്ലേ ജർമ്മനിക്ക് എന്ന്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ ഒരു സമയത്ത് വന്നത്. ഈ പൊങ്കാല ഇടാൻ വന്നതല്ല, വേറൊരു ആവശ്യത്തിന് വന്നതാണ്. പക്ഷെ കറക്റ്റ് ഈ ഒരു പൊങ്കാല സമയത്ത് ആയി വന്നത്. അത് ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല, അവളും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും അത് നന്നായി. കലത്തിന്റെ മുകളിൽ വെക്കാനായിട്ട് കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇവിടെ മാത്രമല്ല കേട്ടോ, എന്റെ കസിൻസ് ഒക്കെ അവിടെ നാട്ടിൽ തന്നെ പൊങ്കാല ഇടുന്നുണ്ട്. ശരിക്കും എല്ലായിടത്തോട്ടും അങ്ങ് വ്യാപിക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരം മാത്രമല്ല, എല്ലായിടത്തും അങ്ങ് പൊങ്കാല എന്നുള്ള പോലെ ആയി വരുന്നുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ച് ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഇവിടുത്തെ ഗീത ചേച്ചി തെരളിയപ്പം ഉണ്ടാക്കും. അപ്പൊ അത് എല്ലാവരും കൂടെ ഉണ്ടാക്കുക, കുറേ ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും കൂടെ ഉരുട്ടുകയും ഇലയിൽ വെച്ച് ചുരുട്ടുകയും ഒക്കെ ചെയ്യും. ശരിക്കും ഇപ്രാവശ്യം പുതിയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് തെരളിയപ്പം എന്താണെന്നോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നോന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അവരതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി അവർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണിത് മാല പോലെ കോർത്തെടുക്കുന്നതെന്നൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അത് അറിയാത്തവർക്ക് ശരിക്കും അതൊരു കൗതുകം തന്നെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ചിക്കൂസ് ഡൈനിലെ വീഡിയോ ഇട്ടതിന് ശേഷം നല്ല പായസം കഴിക്കാൻ പറ്റുന്നുണ്ട്. അവരുണ്ടാക്കുന്ന പായസത്തിന് നല്ല രുചിയുണ്ട്, തെരളിയപ്പം നല്ല രുചിയുണ്ട്. തെരളിയപ്പം നമ്മുടെ ചാനൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയപ്പോഴൊക്കെ. എല്ലാവരും ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഈ തെരളിയപ്പം വഴനയില എന്ന് പറഞ്ഞ ഒരു ഇലയുണ്ട് കേട്ടോ. ആ ഇലയ്ക്കകത്താണ് ചുരുട്ടി ചുരുട്ടി എടുത്ത് വെക്കുന്നത്. എന്നിട്ട് മാല പോലെ ഈർക്കിലിയിൽ കോർത്തെടുക്കുക ചെയ്യുക. എന്നിട്ടത് അപ്പച്ചമ്പിൽ വെച്ച് വട്ടത്തിൽ വെച്ച് അങ്ങ് പുഴുങ്ങിയെടുക്കും. ചിക്കൂസ് ഡൈൻ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഞാനിവിടെ കോർക്കുന്ന പരിപാടിയിലായിരുന്നു, ചിക്കു ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഇതെല്ലാം കോർത്തെടുത്ത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം വലിയൊരു മുറത്തിലാക്കി നമ്മൾ വിളക്കിൻ്റെ അടുത്ത് അവിടെ അങ്ങ് കൊണ്ടുവയ്ക്കും. പൊങ്കാല ഇടാൻ തുടങ്ങുന്ന സമയത്ത് അപ്പവും ആവിയിൽ വേവിക്കാനായിട്ട് വെക്കും. പൊങ്കാല പായസം ഇട്ടതിന് ശേഷം തെരളി വെക്കുന്നവരും ഉണ്ട്. 2 ദിവസമായിട്ടേ ഉള്ളൂ ചിക്കു വന്നിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വരുമ്പോഴാണെങ്കിലും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അരിയൊക്കെ കഴുകിയെടുക്കുകയാണ്. കലത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ തന്നെ നിറച്ചും ആൾക്കാരാണ്. വീടിൻ്റെ സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് അടുപ്പുകൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് വരുന്ന ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട്. ആ വഴിയിലൊക്കെ ഇതുപോലെ അടുപ്പുകൾ കൂട്ടി ആൾക്കാരുണ്ട്. അപ്പം അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ ഭണ്ഡാരടുപ്പ് നേരിട്ട് തന്നെ തീ കത്തിക്കും. അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ കുറച്ച് മാറിയിട്ട് ആണ് ഈ വീടുള്ളത്. അപ്പം അവിടെ അനൗൺസ് ചെയ്യും കത്തിച്ചു എന്ന്. ആ സമയത്ത് നമ്മളിവിടെ പ്രാർത്ഥിച്ച് വിളക്കിൽ നിന്ന് തീ കത്തിച്ച് അടുപ്പിൽ പകരും. ഇപ്രാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാറ്റുണ്ടാകുമ്പോഴത്തേക്കും നല്ല പുകയും തീയും ഒക്കെ ആയിരിക്കും. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ അരിയിട്ട് കൊടുക്കണം. അരിയിട്ടതിന് ശേഷം ഇളക്കണ്ട കേട്ടോ, അത് തിളച്ചങ്ങ് തൂകണം. ആദ്യം തിളച്ചിങ്ങനെ അടുപ്പിലേക്ക് തൂകുമ്പോൾ ചിലരൊക്കെ കുരവിടുകയൊക്കെ ചെയ്യും കേട്ടോ. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അരി ഒരുവിധം വെന്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നതാണ്. ശർക്കര അതിൽ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കാം.
മുമ്പൊക്കെ ഞാൻ ഉരുക്കി അരിച്ച് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ നല്ല ശർക്കരയാണ് കിട്ടിയത്, അതുകൊണ്ട് പിന്നെ ഉരുക്കിയില്ല. നിങ്ങൾ ഇപ്രാവശ്യം പൊങ്കാല ഇട്ടോ? ഞാൻ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ചേച്ചി എവിടെയാ പൊങ്കാല ഇടുന്നത് എന്ന്. ചിക്കു വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും റിപ്ലൈ തരാൻ പറ്റിയില്ല. ആറ്റുകാല അമ്പലത്തിന്റെ ഏകദേശം തൊട്ടടുത്തൊക്കെ തന്നെയാണ് ഉള്ളത്. എന്നാലും ഇവിടെ വന്നപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊങ്കാല ഇടുമ്പോഴേ പായസം റെഡിയാകുന്നവരെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി തന്നെ നിൽക്കണേ. ശർക്കര നന്നായിട്ട് അരിയിലേക്കൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അധികം തേങ്ങ ഇടാറില്ല കേട്ടോ, ചിലർ കൂടുതൽ തേങ്ങ ഇടാറുണ്ട്. ഞാനൊരു 1-1.5 പിടിയൊക്കെ ഇട്ടുള്ളൂ, ഒരു കപ്പ് അരിക്ക്. അതോടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അവിടെ വെക്കണം. ശർക്കരയൊക്കെ ആ തേങ്ങയിലേക്ക് പിടിച്ച് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ചെറിയ തീയിലൊന്ന് തിളച്ചുകൊണ്ടിരുന്നോട്ടെ. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി വന്നതിന് ശേഷം തീ അണയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ബാക്കിയുള്ള നെയ്യ് കൂടെ ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും പായസം ഉണ്ടാക്കുന്നതല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് പഴവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആണിപ്പൂവൻ പഴമാണ്. അത് മുറിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിടുമ്പം വേറൊരു ടേസ്റ്റാണ്. ഇട്ടിട്ടില്ലേലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ആ സമയത്ത് ഇവിടെ സംഭാരവും സ്ക്വാഷും ഒക്കെ കൊടുക്കൂട്ടോ. പുറത്തുനിന്ന് ഒരുപാട് പേര് കുപ്പിയൊക്കെ ആയിട്ട് വരും, അപ്പോൾ അവർക്കെല്ലാം ഒഴിച്ചു കൊടുക്കും. സൈത്തേട്ടനും ശ്രീകുമാറും കൂടിയാണ്, രണ്ടുപേരും കൂടിയാണ് ഇത് കലക്കലും കൊടുക്കലും ഒക്കെ ചെയ്യുന്നത്. അതെപ്പോഴും ഇവിടുത്തെ ഒരു ആചാരമാണത്. ഗേറ്റിനടുത്ത് അവിടെ ഇങ്ങനെ വെച്ചേക്കും. കാരണം അത്രയധികം ചൂടല്ലേ, ഇത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവില്ല. വെള്ളം കുടിക്കും തോറും പിന്നെയും കുടിക്കാൻ തോന്നും. തരളിയപ്പം ഇതുപോലെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തത്. ഇപ്രാവശ്യം നേരത്തെയാണ്, 1:15 പൊങ്കാല എടുക്കും. അവിടുന്ന് പൂജാരി വന്ന് തീർത്ഥമൊക്കെ തളിച്ചിട്ടാണ് നമ്മൾ പൊങ്കാല പായസം എടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും. പോറ്റിയും ആൾക്കാരും ഒക്കെ ഓടിക്കൊണ്ടാണ് വരിക. പെട്ടെന്ന് വന്ന് തീർത്ഥം തളിച്ച് പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് അവർക്ക് എത്തണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് പായസം എടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും. പ്രസാദമല്ലേ. അങ്ങനെ നല്ല രീതിയിൽ പൊങ്കാലയൊക്കെ ഇടാനായിട്ട് പറ്റി. നിങ്ങൾ എവിടെയാണ് പൊങ്കാല ഇട്ടത്? അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണോ അതോ ദൂര സ്ഥലത്തൊക്കെയാണോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്രാവശ്യത്തെ പൊങ്കാല വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങൾ പറയണം കേട്ടോ, ചുമ്മാ കേൾക്കാനൊരു രസമല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.